ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഈസി ഹാൻഡ് വർക്ക്സ്. ഇന്ന് നമുക്ക് ഫ്രഞ്ച് നോട്ട് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഓൾറെഡി ഞാനൊരു ഡിസൈൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫെദർ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ചെയ്തതാണ് ഈ ഡിസൈൻ. അപ്പോൾ ഇതിനെ കുറച്ചും കൂടെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ ഇടയിൽ ഓരോ ചെറിയ ചെറിയ ഫ്രഞ്ച് നോട്ട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചെറിയ ചെറിയ പൂക്കളുള്ളൊരു ലുക്കായിരിക്കും, നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് വരാൻ നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഈ ബ്രാഞ്ചുമയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം, ചെറുതായിട്ട് ഇട്ട് പോവാം. ഞാൻ ഉപയോഗിക്കാൻ പോകുന്ന ത്രെഡ് ഇതുപോലത്തെ സാധാരണ ഹാൻഡ് എംബ്രോയ്ഡറി ത്രെഡാണ്. ഞാൻ ഓൾറെഡി സൂചിമ നൂല് കോർത്ത് വെച്ചിട്ടുണ്ട്, എന്നിട്ട് അറ്റത്ത് നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം ഇവിടെ നിന്ന് തുടങ്ങാം. അപ്പോൾ ഇവിടെയാണ് ആദ്യത്തെ വരാൻ പോണേ. അപ്പോൾ അടിയിൽ നിന്ന് സൂചി നമുക്ക് കൊണ്ടുവരാം. എന്നിട്ട് സൂചി വലിക്കുക. അത് കഴിഞ്ഞാൽ ഈ കൈ കൊണ്ട് ഈ നൂലിനൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ച് പിടിക്കുക. എന്നിട്ട് സൂചി ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് സൂചിയുമേ 2 പ്രാവശ്യം ഒന്ന് റൗണ്ട് ചെയ്യുക. ഇങ്ങനെ 1 2. എന്നിട്ട് ഈ നൂല് ഈ കയ്യിലിങ്ങനെ ചെറുതായിട്ടൊന്ന് വലിച്ച് പിടിക്കുക. ഇത് നമ്മൾ എവിടെ നിന്നാണോ വന്നേ ഒന്നുകിൽ അതേ ഹോളിക്കോടെ തന്നെ, അല്ലെങ്കിൽ തൊട്ടടുത്ത ഹോളിക്കോടെ തിരിച്ച് താഴത്തേക്ക് സൂചിനെ കൊണ്ടുപോകാം. അപ്പോൾ നമ്മൾ ഈ നൂലിനൊന്ന് ചെറുതായിട്ടൊന്ന് വലിച്ച് പിടിക്കണം. ഈ നൂലിനെ, ഈ കയ്യിലുള്ള നൂലിനെ ഒന്ന് ചെറുതായിട്ട് വലിച്ച് പിടിക്കണം. എന്നിട്ട് സൂചി ഞാനിത് ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് സൂചി താഴത്തേക്ക് കൊണ്ടുപോകാം. ഇതാണ് നമ്മുടെ ഫ്രഞ്ച് നോട്ട്. ഇത് ഫുള്ള് ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇത് നമുക്ക് വേണമെങ്കിൽ 2 പ്രാവശ്യം റൗണ്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് എത്ര വണ്ണത്തിലുള്ള ഫ്രഞ്ച് നോട്ട് വേണോ അതനുസരിച്ച് നമുക്ക് കൂടുതൽ റൗണ്ട്സ് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാൻ 2 പ്രാവശ്യമാണ് റൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇവിടെ താഴത്തുനിന്ന് സൂചി മേളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഈ കൈ കൊണ്ട് നൂലിങ്ങനെ ഒന്ന് ചെറുതായി ഒന്ന് വലിച്ച് പിടിച്ചു. എന്നിട്ട് സൂചിമേ 2 പ്രാവശ്യം ഒന്ന് റൗണ്ട് ചെയ്തു. 1 2. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ വന്നേ അതേ ഹോളിക്കോടെ, അല്ലെങ്കിൽ തൊട്ടടുത്ത ഹോളിക്കോടെ തിരിച്ച് സൂചി താഴത്തേക്ക് കൊണ്ടുപോവുക. ഒപ്പം തന്നെ ഈ കയ്യിലുള്ള നൂലൊന്ന് വലിച്ച് പിടിക്കുക. വല്ലാണ്ട് വലിച്ച് പിടിക്കേണ്ട, ചെറുതായിട്ടൊന്ന് പിടിക്കുക. എന്നിട്ട് സൂചി അടിയിലേക്ക് വലിക്കുക. അവിടെ വരെ എത്തിക്കഴിയുമ്പോൾ കൈ നമുക്ക് വിടാം. ഇത് രണ്ടാമത്തെ ഫ്രഞ്ച് നോട്ട്. ഇനിയുള്ളതെല്ലാം ഇങ്ങനെ ചെയ്തു പോയാൽ മതി, വേറെ ഒന്നും ഇതിനകത്ത് ശ്രദ്ധിക്കാനില്ല. ഇതെല്ലാതും അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ഈ ചിറ്റണതൊന്ന് ലൂസാക്കി പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ വട്ടത്തിലുള്ള പൂ നമുക്ക് കിട്ടും. ഒന്ന് ലൂസാക്കി കൊടുത്തു കഴിഞ്ഞാൽ, വല്ലാണ്ട് ഈ നൂല് വല്ലാണ്ട് വലിക്കാണ്ട് ഒന്ന് ലൂസാക്കി പിടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വട്ടം കൂടുതലുള്ള ഫ്രഞ്ച് നോട്ട് നമുക്ക് കിട്ടും. ഇതിനേലും കുറച്ചും കൂടെ വലുപ്പമുണ്ട്, ഇവിടെ ചെയ്തതിനേക്കാളും കുറച്ചും കൂടെ വലുപ്പമുണ്ട് ഇവിടെ ചെയ്തത്.
ലാസ്റ്റ് ഫ്രഞ്ച് നോട്ടും കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് ഫ്രഞ്ച് നോട്ട്. ചെയ്തു വരുമ്പോൾ ഇങ്ങനത്തെ ഒരു ലുക്കായിരിക്കും. ഇത് നമ്മുടെ സാരിയുമോ കുർത്തിയുമോ അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രോക്കുമോ ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റിച്ചാണ്. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.